ജൂതമത ആഘോഷമായ ഹനൂക്കയിൽ പങ്കെടുക്കാനായിട്ട് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ഒരു ബീച്ചിലേക്ക് എത്തിയ ആളുകൾക്ക് നേരെ 2 അക്രമകാരികൾ വെടിയുതിർക്കുകയായിരുന്നു. 16 പേരാണ് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഒടുവിൽ അവിടുത്തെ തന്നെ ഒരു പഴക്കച്ചവടക്കാരൻ ഒരു അക്രമിയെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. ശരിക്കും ജൂതന്മാർ എവിടെ ആഘോഷം നടത്തിയാലും അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു കൂട്ടം അല്ലെ ഒരു വിഭാഗത്തിന്റെ ശ്രമമായിട്ടല്ലേ ഇതിനെ കണക്കാക്കുക? ഇത് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ബാപ്പയും മോനും. 50 വയസ്സാണ് ബാപ്പയ്ക്ക്, 24 വയസ്സാണ് മോന്. മോൻ അവിടെ മതമൊക്കെ പഠിച്ച ആളാണ് ഇസ്ലാമാബാദിൽ. അത് കഴിഞ്ഞ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയതാണ്. അപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ബാപ്പയും മോനുമാണ് 16 ജൂതന്മാരെ ഓസ്ട്രേലിയയിൽ കൊന്നിരിക്കുന്നത്. അതിഭീകരമായ സംഭവമാണ്. പാകിസ്ഥാനെ ആഗോളതലത്തിൽ രാജ്യങ്ങൾ ഒറ്റപ്പെടുത്താനും പാകിസ്ഥാനികളെ പുറത്താക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ഇന്ത്യ ഉടനെ പ്രതികരിച്ചിരുന്നു, ഇസ്രയേൽ ഉടനെ പ്രതികരിച്ചു, ഇന്ത്യയിലെ ഇസ്രയേൽ എംബസിയും പ്രതികരിച്ചു. ഇവരുടെ കാറിൽ നിന്ന് ISന്റെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഒരു പതാക കാറിൽ നിന്ന് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇതൊരു ഭീകരാക്രമണം, IS ആക്രമണമായിട്ട് തന്നെയാണ് ഓസ്ട്രേലിയ എടുത്തിരിക്കുന്നത്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിനെതിരെ അവിടുത്തെ പ്രതിപക്ഷം ഇറങ്ങിയിട്ടുണ്ട്. നെതന്യാഹു ഈ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് മുന്നറിയിപ്പുകൾ കൊടുത്തതാണ്. അത് പക്ഷേ ഈ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അവഗണിച്ചതാണെന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവത്തിലേക്ക് വന്നാൽ ഈ 40 പേർക്ക് പരിക്ക് പറ്റി, 16 പേര് കൊല്ലപ്പെട്ടു. ഈ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പം അത്യാവശ്യം 24 വയസ്സുള്ള മറ്റേ ബാപ്പയെ കൊന്നു, ഭടന്മാർ കൊന്നു. മൂന്നാമതൊരാളുണ്ടായിരുന്നോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. മൂന്നാമനും ഇനി വേറൊരു മോനാണോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ 6 ഈ തോക്ക് ലൈസൻസുകൾ ഉള്ള ആളാണ് ഈ ബാപ്പ. 6 തോക്ക് കൈവശം ഉണ്ടായിരുന്ന ആളാണ്. ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം. ഈ കാറിൽ നിന്നും വേറെ സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ IEDകൾ, എക്സ്പ്ലോസീവ് സ്ഫോടകങ്ങൾ, IED ആണല്ലോ ഇവർ സാധാരണ ഇസ്ലാമിക ഭീകരന്മാർ ഉപയോഗിക്കുന്നത്. അത് കണ്ടെത്തി നിർവീര്യമൊക്കെ ആക്കിയിട്ടുണ്ട്. ഈ മോൻ്റെ പേര് നബീദ് അക്രം എന്നാണ്. പേരിൽ തന്നെ ഉണ്ട് അക്രമം. അപ്പോൾ നബീദ് അക്രം എന്നൊക്കെ പറഞ്ഞ ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ സിഡ്നി സൗത്ത് വെസ്റ്റ് തെക്ക് പടിഞ്ഞാറ് ബോണി റിഗ് നിന്നുള്ള ആളുകളാണ് ഈ ബാപ്പയും മോനും. അവിടെ താമസിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹനൂക്ക ജൂത ഉത്സവമാണത്, പ്രകാശോത്സവം ആണ്. വിളക്ക് കൊളുത്തുന്ന 9 തിരിയുള്ള വിളക്ക് കൊളുത്തുന്ന സംഭവമാണത്. 9 അത്രയും ദിവസം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ മെഴുകുതിരി കത്തിക്കുന്ന സമയത്താണ് ഈ ആക്രമണം നടന്നത്. എല്ലാം തെരഞ്ഞെടുത്താണ് ചെയ്തിരിക്കുന്നത്. മറ്റേ അവധി ദിവസമാണല്ലോ ഹമാസും അവിടെ ആക്രമണം നടത്തിയത്. അപ്പോൾ ഐസക് ഹെർസോഗ് ഇസ്രയേൽ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, പലതവണ പറഞ്ഞതാണ് ഓസ്ട്രേലിയയോട്, ജൂതവിരോധം പ്രകടം ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പല ആക്രമണങ്ങൾ നടന്നത് നമ്മളും ഇവിടെ വീഡിയോയില് ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു ഹോട്ടൽ ആക്രമിച്ചത്, ഒരു ബേക്കറി ആക്രമിച്ചത് ജൂതരുടെ, അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് നേരത്തെ. ഇവിടുത്തെ ഇസ്രയേൽ എംബസി ഡൽഹിയിലെ പറഞ്ഞു, ഇന്തിഫാദ പ്രോത്സാഹിപ്പിച്ച് പല ആളുകളും ഇന്ത്യയിൽ നടക്കുന്നുണ്ടായിരുന്നല്ലോ, അവർ ബലത്തിൽ ആഗോള ജൂതഹത്യക്ക് പ്രോത്സാഹനം നൽകുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. 1000 പേരാണ് ഈ ഹനൂക്ക ആഘോഷത്തിന് ബോണ്ടി ബീച്ചിൽ തടിച്ചുകൂടിയിരുന്നത്. അത് ഓസ്ട്രേലിയയിലെ വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ബോണ്ടി ബീച്ച്. അപ്പോൾ ഈ ഇതുപോലത്തെ ഈ കൂട്ട വെടിവയ്പ്പുകൾ ഓസ്ട്രേലിയയിൽ അപൂർവമാണ്. 1996 പോർട്ട് ആർതറിൽ 35 പേരെ കൊലപ്പെടുത്തിയിരുന്നു. അതിനുശേഷം നടക്കുന്ന മാസ് ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് 35 പേര് പോർട്ട് ആർതറിൽ കൊലപ്പെടുത്തിയ ശേഷം തോക്കുകൾക്ക് കർശനമായ നിയന്ത്രണം വന്നിരുന്നു. അങ്ങനെയാണ് ഇത് നിയന്ത്രിച്ചിരുന്നത്. ഈ ഹനൂക്ക 8 ദിവസത്തെ ഉത്സവമാണ്. ഹീബ്രു മാസമായിട്ടുള്ള കിസ്ലേവ്
ആ മാസത്തിലെ 25-ാം ദിവസം തുടങ്ങുന്ന ഉത്സവമാണത്. ഇപ്പൊ ഡിസംബർ 14 മുതൽ 22 വരെ ആണ്. അപ്പോൾ 9 തിരിയുള്ള വിളക്ക് കത്തിച്ച ഒന്ന് ആ തിരി കൊണ്ട് തന്നെ മറ്റ് 8 എണ്ണം ബാക്കി 7 എണ്ണം കൊളുത്തും 8 ദിവസം. അങ്ങനെയാണ് അത് പോകുന്നത് ഓരോ ദിവസം. അത് എന്തിൻ്റെ പ്രതീകമാണെന്ന് വെച്ചാൽ BC 2-ാം ആണ്ടില്, ഇപ്പൊ BCE എന്നാണ് പറയുന്നത്, BCE 2-ാം ആണ്ടില് ഗ്രീക്ക് അധിനിവേശക്കാർക്ക് മേൽ ഇസ്രയേൽ നേടിയ വിജയം, അതാണ് ഈ ഉത്സവം കൊണ്ട് കൊണ്ടാടുന്നത്. ജെറുസലേം ദേവാലയം വീണ്ടെടുക്കുകയാണ് ചെയ്തത് അന്ന്. അപ്പം അതിൻ്റെ ഉത്സവമാണ്, വീണ്ടെടുപ്പിൻ്റെ ഉത്സവമാണ്. 7 ശാഖയുള്ള വിളക്ക് അന്ന് അവിടെ മെനോറ എന്നാണ് പറയുന്നത് വിളക്കിന്. അതന്ന് ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. അന്ന് 7 ശാഖ എന്നൊക്കെ പറയാം. അത് കൊളുത്താൻ നോക്കിയപ്പോൾ അധിനിവേശമൊക്കെ നടന്നല്ലോ. കൊളുത്താൻ നോക്കിയപ്പോൾ ഭാഗ്യത്തിന് ഒരു ഒലിവ് എണ്ണപ്പാത്രം കിട്ടി, എണ്ണയൊഴിക്കാൻ ഒരു ഒലിവ് എണ്ണപ്പാത്രം കിട്ടി. ആ ഒരു ദിവസത്തെ എണ്ണ കൊണ്ട് 8 ദിവസം ഈ വിളക്ക് കൊളുത്താൻ കഴിഞ്ഞു എന്നാണ് ഐതിഹ്യം. അപ്പം അതിൻ്റെ ഉത്സവമാണ് ഈ ഹാനൂക്ക് എന്ന് പറയുന്നത്. 2024 ഒക്ടോബർ 13, കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ 13 സിഡ്നിയിൽ ജൂതവിരുദ്ധ ചുമരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു. ഒരു ബേക്കറി ഉടമ കരുതിയിരിക്കണം എന്ന് ബേക്കറിയുടെ പുറത്ത് ജൂതനായ ബേക്കറി ഉടമ കരുതിയിരിക്കണം എന്നായിരുന്നു ചുമരെഴുത്ത്. പിന്നെ കേളി ലൂയിസ് ബ്രൂയിങ് വാറ്റ് ഫാക്ട് കമ്പനി അതിൻ്റെ മുൻവശത്തെ വാതിൽ കത്തിച്ചു. ഇതൊക്കെ അടുത്തടുത്ത ദിവസങ്ങളാണ് ഉണ്ടായത്. ജൂതൻ്റെ ബ്രൂവറി അത് കത്തിച്ചു. പിന്നെ കോണ്ടിനെൻ്റൽ കിച്ചൺ ജൂതൻ്റെ അത് കത്തിച്ചു, അഗ്നിക്കിരയാക്കി. അപ്പോൾ 2023 ഒക്ടോബറിൽ ഈ ഗാസ ആക്രമണം നടന്നില്ലേ, അത് കഴിഞ്ഞ് 2023 ഒക്ടോബർ മുതൽ ഓസ്ട്രേലിയയിലും പല ജൂതവിരുദ്ധ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇറാൻ പല ഇതിൻ്റെയും പിന്നിലുണ്ട് എന്ന് ഓസ്ട്രേലിയക്ക് ഇസ്രയേൽ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. സിഡ്നിയിലും മെൽബണിലും ഇത്തരം ആക്രമണങ്ങൾ നടത്തിയത് ഇറാൻ അറിഞ്ഞിട്ടാണ്, ഇറാൻ സ്പോൺസേഡ് ആണ് എന്ന് ഇസ്രയേൽ പറഞ്ഞിരുന്നു. എന്നിട്ട് ഇറാൻ സ്ഥാനപതിയെ ഓസ്ട്രേലിയ പുറത്താക്കുകയും ചെയ്തിരുന്നു, ഇറാൻ്റെ സ്ഥാനപതിയെ. അപ്പോൾ 1,16,967 ജൂതന്മാരാണ് ഓസ്ട്രേലിയയിലുള്ളത് ഏറ്റവും ഒടുവിലെ സെൻസസ് പ്രകാരം. ഓസ്ട്രേലിയൻ ജനസംഖ്യയിലെ 0.4%, 0.4 ആണ് അവരുടെ സംഖ്യ. ഇതിൽ ഈ ആക്രമണത്തിൽ ഒക്ടോബർ 7 ആക്രമണം ഉണ്ടല്ലോ ഇസ്രയേലിൽ, അതിനെ അതിജീവിച്ച ഒരാൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹം 2 ആഴ്ച മുമ്പാണ് ഓസ്ട്രേലിയയിൽ എത്തിയത്. ഈ ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം മുഖം മുഴുവൻ ബാൻഡേജ് ഒക്കെ വെച്ച് കെട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രം നമുക്ക് കാണാം. 13 കൊല്ലം ഇസ്രയേലിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ഈ മറ്റേ 30 വെടിയുണ്ടകൾ പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാനി 24 വയസ്സുള്ള പാകിസ്ഥാനി അക്രം, അയാൾ സിഡ്നി സെൻട്രൽ ക്വീൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നു, വിദ്യാർത്ഥിയായിരുന്നു. അതിനു മുമ്പ് അയാൾ ഇസ്ലാമാബാദിലെ ഹംദർദ് യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിരുന്നു. പിന്നെ അയാൾ അൽ മുറാദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്നു. അൽ മുറാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അറബിക് പഠിപ്പിക്കുക ഭാഷ, അതും പിന്നെ ഖുറാനും പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇസ്ലാമാബാദിൽ. ലോകത്ത് പല ഭാഗത്തും ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഓസ്ട്രേലിയയിലെ അൽ മുറാദ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഇയാൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഇസ്ലാമാബാദിൽ അയാൾ പഠിക്കുമ്പോൾ അയാൾ അവിടെ മാതൃകാ വിദ്യാർത്ഥിയായിരുന്നു എന്നാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പറയുന്നത്. അപ്പോൾ ന്യൂ സൗത്ത് വെയിൽസിൽ ഈ മുറാദ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഇയാൾ ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ
ഈ പഴക്കച്ചവടം നടത്തുന്ന അൽ അഹമ്മദ് എന്ന് പറഞ്ഞ ആളാണ് ഈ 24 വയസ്സുള്ള ആളെ കീഴടക്കിയത്. അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് കാണാം. ഗംഭീരമായ ഒരു പെർഫോമൻസ് ആണ് കാണുന്നത്. അത്യാവശ്യം ആജാനുബാഹുവായ ഒരാളാണ് ഈ പഴക്കച്ചവടക്കാരൻ. തോക്കുമായിട്ട് നിൽക്കുന്ന കറുത്ത വസ്ത്രം ധരിച്ച ഇയാളെ, രണ്ടുപേരും കറുത്ത വസ്ത്രം ധരിച്ചിരുന്ന ഇയാളെ, തോക്കുമായിട്ട് നിൽക്കുന്ന ആളെ ആ തോക്ക് പിടിച്ച് അയാളുടെ നേരെ നിറയൊഴിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇസ്രയേലിൽ കയറി ആക്രമണം നടത്തിയ ഒരു കൂട്ടം ആൾക്കാർ, ഇപ്പൊ ഹമാസിനെ പോലെയുള്ള ആൾക്കാർ ഇപ്പൊ ഇവിടെ വന്ന് ഓസ്ട്രേലിയ പോലൊരു രാജ്യത്തും ഇതുപോലെ ജൂതന്മാരെ കൊല്ലുന്നു. അപ്പൊ ജൂതന്മാരെ അങ്ങ് തീർക്കുക എന്നുള്ള വിശ്വാസത്തിൽ ചില കാര്യങ്ങൾ ചെയ്താൽ അവർക്കെതിരായിട്ടുള്ള നടപടി ഓരോ രാജ്യവും സ്വീകരിക്കേണ്ടതല്ലേ? ആ കാര്യത്തില് ഈ ആന്റണി ആൽബനോസ് വിമുഖത കാണിച്ചു എന്നുള്ളതാണ് ഇസ്രയേലിന്റെ ആരോപണം. അതാണ് പ്രസിഡന്റ് ഹെർസോഗും പ്രധാനമന്ത്രി നെതന്യാഹുവും ആൽബനീസിനെ, ഈ ആന്റണി ആൽബനീസിനെ ലക്ഷ്യം വെച്ച് പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇനി ആൽബനീസിന് അവിടെ തുടരാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. വലിയ പ്രതിഷേധം ആണ് അവിടെ അലയടിക്കുന്നത് ഇപ്പോൾ. കാരണം 16 പേര്, അതും ജൂതന്മാർ ഇസ്രയേലിൽ കൊല്ലപ്പെടുന്നത് പോലെയല്ലല്ലോ, യൂറോപ്പിലെ ഒരു രാജ്യത്ത് കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പല സ്ഥലത്തും ജൂതന്മാർക്കെതിരെ ഭീഷണിയുണ്ട്. ഗൾഫിലും പല സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ട്. അവർക്ക് മുന്നറിയിപ്പ് ഇല്ലേ, പിന്നെ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ മുന്നറിയിപ്പുകളും അഡ്വൈസറിയും ഒക്കെ ഉള്ള കാലഘട്ടമാണ്, പ്രത്യേകിച്ച് ഈ ഹമാസ് ആക്രമണത്തിന് ശേഷം. അപ്പോൾ ഇത് പലതരത്തിൽ ഇത് ആഗോള നയതന്ത്രത്തെ ബാധിക്കുന്നതാണ്. പാകിസ്ഥാൻകാരാണ് രണ്ടുപേരും. അത് ബാപ്പയും മോനുമാണ്. മോൻ മാത്രമല്ല എന്ന് പറഞ്ഞാൽ കുടുംബസമേതം ഇറങ്ങിയിരിക്കുകയാണ് ജിഹാദിന്. ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ പാകിസ്ഥാന് വലിയ തോതിൽ അമേരിക്ക പ്രോത്സാഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ ഇത്. കാശൊക്കെ കൊടുത്ത്, വായ്പ കൊടുത്ത്, പലതരത്തിൽ ബെയിൽ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റീക്കോ ഡിക് എന്ന് പറഞ്ഞ ഗനിക്ക് ഇപ്പൊ ധാരാളം കാശ് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അമേരിക്കയിൽ ഒരു പുനരാലോചന ട്രംപിന്റെ മുകളിൽ സമ്മർദ്ദം ഉണ്ടാകാനും സാധ്യതയുണ്ട്. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.